യേശുവിന്റെ ധന്യമായ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. കൃപയാൽ നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിൽ വീണ്ടും ആയിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ തന്നല്ലോ. കർത്താവിന്റെ ആത്മാവിനാൽ നമ്മൾ ഇനിയും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, നമ്മൾ പ്രാപിക്കേണ്ടുന്ന കാര്യങ്ങൾ കർത്താവിന്റെ വചനപ്രകാരം തന്നെ പ്രവർത്തിച്ചെടുക്കുവാൻ കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ്. അതായത് അതൊരിക്കലും മാറിപ്പോകാത്തതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ തന്റെ ശരീരത്തിൽ കേടുപാടുകൾ പറ്റിയിട്ട് ഒരു ആക്സിഡന്റില് തന്റെ അസ്ഥി കേടുവന്നിട്ട് അദ്ദേഹത്തിന്റെ കാലിലെ തുടയിലെ അസ്ഥി അത് മാറ്റി ആ സ്ഥാനത്ത് ഒരു സ്റ്റീലിന്റെ റോഡ് ഇടാനിടയായിട്ടു. അത് മാംസത്തിനുള്ളിൽ അങ്ങനെ വെച്ചുകൊണ്ട് ആ മനുഷ്യൻ വളരെ കാലം ജീവിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണസമയമായപ്പോൾ ആ മനുഷ്യൻ ഒരു ജാതീയ മാർഗത്തിലുള്ള ജീവിതമാണ്. അദ്ദേഹത്തെ ദഹിപ്പിക്കുന്ന, അവരുടെ ആചാരപ്രകാരം ദഹിപ്പിക്കുന്ന ഒരു ക്രിയ ഉണ്ട്. ആ ദഹിപ്പിക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ചിതയിൽ കൊണ്ടുപോയി വെച്ചു. എല്ലാം ചുട്ട് ഭസ്മമായി, ഒരു പിടി ചാരം മാത്രമായി ആ മനുഷ്യൻ. പക്ഷെ ഈ ഒരു കാര്യം അവിടെ ബാലൻസ് കിടന്നു. അദ്ദേഹത്തിന്റെ കാലിൽ മാറ്റിവെച്ച അസ്ഥി മാറ്റി അതിന് പകരം സ്റ്റീൽ റോഡ് ഇട്ടത് ഈ തീയിലൊന്നും വെന്തു പോകാതോണം അവിടെ കിടക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇത് തന്നെയാണ്. മനുഷ്യൻ ക്ഷണികനാണ്, മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റാണ്, പൊടിയാണ്. പൊടിയിൽ നിന്ന് എടുത്തിരിക്കുന്ന പൊടിയിലേക്ക് നിന്ന് തിരികെ ചേരും. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് മനുഷ്യന്റെ. എന്നാൽ ദൈവത്തിന്റെ വചനം അതിനു മുമ്പ് പ്രാപിച്ച് അതനുസരിച്ച് തന്റെ ഉള്ളിൽ പണിയായിട്ടുണ്ടെങ്കിൽ അതിനും പറയുന്നത് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ആ ഭാവം ഒരിക്കലും വിട്ടുപോകില്ല. അതാണ് വചനത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ഏറ്റവും ശ്രദ്ധയോടെ കേൾക്കണം. അതിന് വ്യവസ്ഥകളുണ്ട്. സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളണം. ആ സ്നേഹിച്ച് കൈക്കൊണ്ട വചനം അനുസരിക്കണം, ഹൃദയപൂർവ്വം അനുസരിക്കണം. അതിനൊന്നും അനുസരിച്ച് കഴിയുമ്പോൾ അത് അവനിൽ ജീവനായി തീരും. നാളെ അവൻ മരിച്ചാലും ആ ജീവൻ നഷ്ടപ്പെട്ടു പോകില്ല. ഇത് ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാറ്റിനേക്കാൾ ഉപരി ദൈവത്തിന്റെ വചനത്തെ കൂടുതലായി മുറുകെ പിടിക്കുന്നതിന്റെ താല്പര്യം. ഇന്ന് നമുക്ക് വചനത്തിൽ നിന്ന് പഠിക്കാനുള്ള ഒരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അതെന്താ? എന്താ നയമ? പുതിയ യെരൂശലേം എന്ന നഗരം ഒരു പട്ടണമാണ്. ഈ പട്ടണത്തിൽ പ്രവേശിക്കാനുള്ള യോഗ്യത എന്താ? പട്ടണം പ്രവേശിക്കാനുള്ള യോഗ്യത ദൈവത്തെ സ്നേഹിക്കണം, വേറെ ഒന്നും വേണ്ട. എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? അങ്ങനെ പറഞ്ഞോ, ഉറക്കെ പറ. അറിയാവുന്നവർ പറ. അതിന് ആമിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതാണ് ദൈവത്തോടുള്ള സ്നേഹം. അപ്പൊ ദൈവത്തിന്റെ വചനം അനുസരിക്കണം. അതാണ്. അപ്പോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് പ്രാപിക്കണമെങ്കിൽ ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കണമെന്ന് ദൈവത്തെ അനുസരിക്കണം. അനുസരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തെയാണ്. വചനം മാറ്റമില്ലാത്തതാണ്. അതുകൊണ്ട് അവനും
മാറ്റമില്ലാത്തതായി തീരും. മാറ്റമില്ലാത്തവരെയാണ് ആ പട്ടണത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്നാണ് ദൈവത്തിന്റെ വചനം നാം പഠിക്കുന്നത്. എന്നാൽ ഈ പട്ടണത്തിൽ പ്രവേശിക്കാനുള്ള തടസ്സം എന്താണ്? ഈ പട്ടണത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ലാതെ വരുന്ന ഏറ്റവും ആദ്യത്തെ ആളാണ് ആരാ? പറയാമോ? ഈ പട്ടണം ഏതാ? ലിദിയ? പുതിയ യെരൂശലേം. ഈ പട്ടണത്തിൽ പ്രവേശിക്കാൻ യോഗ്യത എന്താ? ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ദൈവത്തെ അനുസരിക്കണം. എന്നാൽ ഈ ദൈവ പട്ടണം അവകാശമാക്കും. അവകാശമാക്കാത്തവരുടെ ഏറ്റവും ഒന്നാമത്തെ കൂട്ടരേതാ? വെളിപ്പാട് പുസ്തകം 21 അധ്യായം 7, 8 വാക്യങ്ങൾ. ആ ജയിക്കുന്നവന് അത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ധൂമ്രവാദികൾ എന്നിവർക്കും നേർക്കുള്ള ഓഹരി പുറത്തു പോകും. ഇതിനകത്ത് കേട്ടില്ലാത്ത ഏറ്റവും ആദ്യത്തെ കൂട്ടരാണ് ഏത്? കളവും പറയുന്നവരും, മ്ലേച്ഛത ചെയ്യുന്നവരും, മോഷ്ടിക്കുന്നവരും, പിടിച്ചുപറിക്കുന്നവരും, കള്ളന്മാരും, വ്യഭിചാരികളും ഒക്കെ. പക്ഷെ അതിനേക്കാളൊക്കെ മുമ്പ് ഒരു കൂട്ടരുണ്ട്. ഏറ്റവും ആദ്യത്തെ കൂട്ടർ ആരാ? ഭീരുക്കൾ. ഭീരു എന്ന് പറഞ്ഞാൽ എന്താ? ഭീരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിലെ പുറത്തേക്ക് ഇറങ്ങി ഇല്ല കടയിൽ പോയിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പേടി തോന്നും. അപ്പോ ഭീരു എന്ന് പറഞ്ഞാൽ ഭയം. എന്ത് നിമിത്തം ഭയം? എന്ത് നിമിത്തം ഭയം? സ്വർഗ രാജ്യത്തില് പോകാം, ഇതിനെ അവകാശമാക്കാം. പക്ഷെ ഭയം അവനെ കീഴടക്കുന്നുവെങ്കിൽ അവിടെ പോകാൻ സാധിക്കില്ല. ഏറ്റവും ആദ്യത്തെ കൂട്ടരാണ് ഭീരുക്കൾ. ഭീരുക്കൾ ഒരിക്കലും ഇതിന്റെ അകത്ത് പ്രവേശിക്കില്ല. ഭീരുത്വം പല വിധത്തിലുണ്ട്. ഏറ്റവും പ്രശ്നമുള്ള ഭീരുത്വം എന്താ? നമ്മൾ സദൃശവാക്യങ്ങളുടെ പുസ്തകം പഠിക്കുന്നത് 29-ന്റെ 25-ാം വാക്യം വായിക്കുന്നത്, മാനുഷ്യ ഭയം ഒരു കണിയാകുന്നു. അപ്പൊ ഏറ്റവും പ്രശ്നമുള്ള, നമുക്ക് അപകടമുണ്ടാക്കുന്ന ഭയമാണ് ഏത് ഭയം? മനുഷ്യനെ ഭയപ്പെടും. അപ്പോൾ നമ്മൾ വീണ്ടും ചിന്തിക്കുകയാണ്, ഈ പട്ടണത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ലാത്ത ഒന്നാമത്തെ കൂട്ടരാരാ? ഭീരുക്കൾ. അപ്പൊ ഭീരു അല്ല എങ്കിൽ അവൻ ആരായിരിക്കും? അവൻ ആരായിരിക്കും? ധൈര്യശാലി, ധൈര്യവാൻ. അതാണ് വചനം പറയുന്നത്. ഈ കാര്യത്തിൽ മാത്രം പണ്ട് പറയും, വിശ്വാസികളോട് പറഞ്ഞിട്ട് കാര്യമില്ല, പേടിക്കില്ല. അവരെ വെട്ടിക്കൊല്ലുന്നോ, കുത്തിക്കൊല്ലുന്നോ, അപമാനിക്കുന്നോ എന്ത് പറഞ്ഞാലും അവർക്ക് പേടിയില്ല. കാരണം അവർ ധൈര്യശാലികളാണ്. ദൈവം മനുഷ്യനെ നോക്കുമ്പോൾ, കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം നോക്കുന്ന അവന്റെ ഗുണമാണ്, ഇവൻ ധൈര്യവാനാണോ അതോ ഭീരുവാണോ? എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന് 35-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. എബ്രായർ 10-35. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. ഏറ്റവും വലിയ ഒരു ധൈര്യമാണ് മഹാപ്രതിഫലമുള്ള ധൈര്യം. അപ്പോ മനുഷ്യന് വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവന് ഈ കാര്യം ഇല്ല എങ്കിൽ
കർത്താവിന്റെ അടുത്തെത്തൂല. എവിടെ എവിടെ എത്തിയില്ല, എവിടെ എന്തില്ല എങ്കിൽ ധൈര്യമില്ല. ധൈര്യത്തിന് വിപരീതമാണ് ഭീരുത്വം. ഭീരുത്വമുള്ളവൻ ദൈവത്തിന്റെ അടുക്കൽ പ്രവേശിക്കുകയില്ല, ആ പട്ടണത്തിൽ പ്രവേശിക്കുകയില്ല. ഭീരുത്വത്തിൽ ഏറ്റവും വലിയ ഭീരുത്വമാണ് ഏത് ഭീരുത്വം? മനുഷ്യനെ ഭയപ്പെടുക. ഏതൊക്കെ ഘട്ടങ്ങളിലാണ്, എന്തൊക്കെ നിലയിലാണ് മനുഷ്യനെ ഭയപ്പെടുന്നത്? ഇതിലൊന്നാമത്തെ കാര്യമാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന് 44-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന് 44-ാം വാക്യത്തിൽ തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? തമ്മിൽ തമ്മിലുള്ള ബഹുമാനം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും സമൂഹത്തിലൊരു സ്ഥാനമുണ്ട്, ഭവനത്തിലൊരു സ്ഥാനമുണ്ട്, കൂട്ടുകാർക്കിടയിൽ ഒരു സ്ഥാനമുണ്ട്. എല്ലായിടത്തും ഈ ലോകത്തിൽ നമുക്കൊരു സ്ഥാനമുണ്ട്. ഇല്ല, ആ സ്ഥാനത്തിനനുസരിച്ചൊരു ബഹുമാനമുണ്ട്. ഇപ്പോ ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ ഒരു മനുഷ്യനാണ്, ഈ ദേശത്ത് ജീവിക്കുന്നവനാണ്, ഈ ഭവനത്തിൽ ജീവിക്കുന്നവനാണ്, എന്റെ തൊഴിൽ എന്നതാണ്. അപ്പൊ എനിക്ക് ഈ സ്ഥാനത്ത് നിന്ന് എന്നെ ബഹുമാനിക്കുന്ന പലരും ഈ സമൂഹത്തിലുണ്ട്. എന്നെ എന്നല്ല, എല്ലാവരെയും. ഈ ബഹുമാനത്തിലാണ് അങ്ങനെ നിൽക്കുന്നത്. അതുപോലെ ഞാൻ ബഹുമാനിക്കുന്ന പലരുമുണ്ട്. നമ്മുടെ ജീവിതം നമ്മൾ ഓർത്തുകൊള്ളണം. നമ്മെ ബഹുമാനിക്കുന്ന പലരുമുണ്ട്, നമ്മൾ ബഹുമാനിക്കുന്ന പലരുമുണ്ട്. ഇങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷെ വിശ്വാസത്തിലേക്ക് വരാൻ സമയത്ത് ഒരു ചഞ്ചലിപ്പുണ്ടാവും. ഞാൻ ഇന്ന് ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു സഹോദരൻ തന്റെ ആ സമൂഹത്തിൽ തനിക്കൊരു സ്ഥാനമുള്ളതാ. പള്ളിയില്, അതുപോലെ തന്നെ ഈ കച്ചവടക്കാരുടെ ഇടയിൽ, വിവിധമായിട്ടുള്ള സ്ഥലങ്ങളിൽ നല്ലൊരു സ്ഥാനമുള്ള ഒരു സഹോദരൻ. അദ്ദേഹം ഈ വഴിക്ക് വരാൻ സമയത്ത് പിന്നെ പുറത്തിറങ്ങാൻ പറ്റുമോ? പിന്നെ പുറത്തിറങ്ങാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം എന്തിനു ഭയപ്പെടുന്നു? സമൂഹത്തിൽ തനിക്കുള്ള സ്ഥാനത്തെ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്നു. ആര് മാനിക്കുന്ന ആരാ? മനുഷ്യൻ. മറ്റുള്ളവര് മനുഷ്യനെ ഭയപ്പെടുന്നതിന്റെ ഒന്നാമത്തെ കാര്യം, വിശ്വസിക്കുന്നത് നിമിത്തം മറ്റുള്ളവരുടെ ബഹുമാനം എന്നിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്തയാണ് ഏറ്റവും. ചെറിയ കുഞ്ഞുങ്ങളല്ലേ, ചെറിയ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയതിനു ശേഷം വന്നപ്പോ ഒരു പെൺകുട്ടി വളരെ വിഷമിച്ചെങ്കിലിരിക്കുന്നു. എന്താ മോളെ? സ്കൂളിൽ എല്ലാവരും കളിയാക്കുക, പെന്തക്കോസ്തുകാര്. ആഭരണമൊന്നും കാതിലും കഴുത്തിലും ഒന്നുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അപ്പൊ ബാക്കിയുള്ള എല്ലാവർക്കും ഇല്ലാത്ത ഒരു അപമാനം ആ പെൺകുട്ടിക്കുണ്ട്. എവിടെ ചെന്നാലും. ഇപ്പോ നമ്മൾ ഇപ്പോഴത്തെ സ്ഥിതി വെച്ചുകൊണ്ട് നോക്കരുത്. എന്റെയൊക്കെ ചെറുപ്പം, എനിക്കിന്ന് 70 വയസ്സാകാൻ പോവാ. എന്റെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 50, 55 വർഷം മുമ്പ് ഇവിടുത്തെ ഒരു പെന്തക്കോസ്തൽ സഭയുള്ളതെന്ന് പറയുന്നത്, ഇന്ന് പെന്തക്കോസ്ത് പറഞ്ഞാൽ എന്നാന്നറിയില്ല. മുളന്തുരുത്തി റെയിൽവേ ക്രോസിന്റെ അവിടെ, ആ റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ അവിടെ, അവിടെ ഒരു സഭയേ ഉള്ളൂ. അവിടെയുള്ള അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാള് പെരുവയിലുള്ളതാണെങ്കിൽ, ഒരാൾ കൂത്താട്ടുകുളത്ത്, ഒരാള് അങ്ങനെ ദൂരദേശത്തു നിന്ന് വന്ന് കൂടുന്ന ഒരു 10, 15 പേര്, 30 പേരെ ഉള്ളൂ, കുഞ്ഞുങ്ങളെല്ലാം അടക്കം. അവര് വന്നതിന് ശേഷം ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ സമയത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞ്
അവരുടെ ആ പിരീഡ് കാണും. ഒരാഴ്ച ഇനി ഒരാഴ്ച കഴിഞ്ഞേ കാണുള്ളൂ. അത്ര അപൂർവമാണ് വിശ്വാസികളെന്ന്. ഇവരെ കാണുന്നത് തന്നെ വേറെ എന്തോ ജീവികളെ കാണുന്ന പോലെയാ. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കൂടിയിരുന്ന് അവരെ പരിഹസിക്കാനാ ഇതുള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മള് ഈ കൂട്ടത്തെന്ന് പറഞ്ഞ അപമാനം, പരിഹാസം, നിന്ന ഇതിനു വേണ്ടി തന്നെ വിധിക്കപ്പെട്ടവരെ പോലെ. ഇന്ന് നമുക്ക് അത്രയൊന്നും ഇല്ല. നമ്മൾ എവിടെ ചെന്നാലും എവിടെയെങ്കിലുമൊക്കെ ഒരാൾ കാണും. കഴിഞ്ഞ ദിവസം ലഘുലേഖ കൊടുക്കാൻ പോയി കഴിഞ്ഞപ്പം എത്ര ഭവനത്തിൽ കയറി പല ഭവനങ്ങളിലും വിശ്വാസികളാകും. ഇന്നതില്ല. ഇന്നത് കുറഞ്ഞ് വേറൊരു തരത്തിലാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും കർത്താവിലേക്ക് തിരിഞ്ഞോ, വിശ്വാസത്തിലേക്ക് തിരിഞ്ഞോ, അപ്പൊ തന്നെ അവർക്ക് നഷ്ടപ്പെടുന്ന ചില മാന്യതകളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ഒരു മനുഷ്യനെയും നോക്കിയിട്ടല്ല. മാനം വേണ്ടത് എവിടെ നിന്നാണ്? അവിടെയാണ് പ്രശ്നം. മാനം വേണ്ടത് എവിടെ? യഥാർത്ഥത്തിൽ മാനം വേണ്ടത് എവിടെ നിന്നാ മനുഷ്യൻ ആഗ്രഹിക്കണ്ടേ? ദൈവത്തിൽ നിന്ന് പറഞ്ഞാൽ പോരാ. ദൈവത്തിൽ നിന്ന് പറഞ്ഞാൽ പോരാ. തമ്മിൽ ബഹുമാനങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഏക ദൈവത്തിൽ നിന്നുള്ള ബഹുമാനം കാക്ഷിക്കാത്ത ബഹുമാനം എവിടുന്നാ വേണ്ടേ? ഏക ദൈവം. ഒരു ദൈവമുണ്ട്. ബഹുദൈവമുണ്ട്. ബഹുദൈവങ്ങളുണ്ട്. ഈ ലോകം മുഴുവൻ ദൈവങ്ങളാ. അവരിൽ നിന്നുള്ള മാനമല്ല. പിന്നെയോ ഏക ദൈവത്തിൽ നിന്നുള്ള മാനം. അത് മാത്രം മതി. അത് കണ്ടെത്തണം. ഏകദൈവം മാനിച്ചു കഴിഞ്ഞാൽ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോഴേ തോന്നും ആ അബ്രഹാം ഇറങ്ങി തിരിച്ചതിന്റെ കാരണം. സ്വന്തം അപ്പൻ ആരാന്നറിയോ? ചരിത്രം പറയുന്നത് ചരിത്രത്തിൽ പഠിക്കുന്നത് പറയുന്നത് വിഗ്രഹം ഉണ്ടാക്കുന്ന പണിയായിരുന്നു. ആരുടെയാ? തേരഹിന്റെ. വിഗ്രഹാരാധിയായിരുന്നു. ജാതി ആരാധനയായിരുന്നു. ഇതിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ സമ്മതിക്കില്ല. അപ്പന്റെ സ്നേഹം അങ്ങ് പോവും. കൂട്ടുകാരുടെ സ്നേഹം അങ്ങ് പോവും. കാരണം സകല വിധത്തിലും പിന്നെ പ്രശ്നമാണ്. പക്ഷേ തേജോമയനായ ദൈവത്തെ കണ്ടപ്പോ ഏക ദൈവത്തിൽ നിന്നുള്ള മാനം മതി. അവന്റെ ഒന്നാമത്തെ ധൈര്യമായി. മനുഷ്യന്റെ ജീവിതത്തില് ഒന്നാമത്തെ ഭീരുത്വം ഏതാ? ഒന്നാമത്തെ ധൈര്യം ഏതാ? മനുഷ്യരെ ഭയപ്പെട്ട് മനുഷ്യന്റെ മാനം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്നത്, വിശ്വസിക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് മാറുന്നത് ഒന്നാമത്തെ ഭീരുത്വമാണ്. എല്ലാവരും ലോകം മുഴുവനും മാനിച്ചില്ലെങ്കിലും ഏക ദൈവമുണ്ട്. അവന്റെ മാനമാണ് യഥാർത്ഥത്തിലുള്ള മാനം എന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി തിരിയുന്നവനാണ് ഈ ലോകത്തിലെ ഏറ്റവും ധൈര്യശാലി. വിശ്വാസത്തിൽ ഏറ്റവും ആദ്യത്തെ അവന്റെ ടെസ്റ്റാണ് ധൈര്യം. തമ്മിൽ ധൈര്യം വചനം പറഞ്ഞ് തമ്മിൽ ബഹുമാനം ഏറ്റുവാങ്ങിക്കൊണ്ട് ഏകദൈവത്തിലുള്ള മാനം കാക്ഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? രണ്ടാമത്തെ ഘട്ടമാണ് യോഹന്നാന്റെ സുവിശേഷം 9:22. അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അതിന് ക്രിസ്തു എന്ന് പറയുന്നവൻ പള്ളി ദുഷ്ടനാകണം. യഹൂദന്മാർ തങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവന്റെ അമ്മായപ്പന്മാർ അവരുടെ പ്രായമുണ്ടല്ലോ അവരോട് ചോദിച്ചത് എന്ന് പറഞ്ഞത്. കുട്ടനായിരുന്ന മനുഷ്യനെ അവർ രണ്ടാമതും ജീവിതം കൊടുക്കാം. ആ മനുഷ്യൻ പാപിയെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. അതിനവൻ അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അറിയുന്നു. അത് ആ വാക്യം അതെങ്ങനെയാണ് ഇനി ഒന്ന് നോക്കിയിരുന്നേ. അതായത് പരീശന്മാരിൽ ഒരു കൂട്ടം അവരിൽ വിശ്വസിച്ചു. യഹൂദന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ല താൻ. രണ്ടാമത്തെ മനുഷ്യന്റെ ഏറ്റവും വലിയ പരിശോധനയാണ് എന്ത്? ഏറ്റുപറയുന്ന ഘട്ടം. കർത്താവിനെ ഏറ്റുപറയുന്ന ഘട്ടം. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഘട്ടം.
പ്രധാന വിളിച്ചപേക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഈ ക്രിയ ഈ ക്രിയ പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്. അതിന് ചില വിഷയങ്ങളുണ്ട്. കാരണം ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കും, പിന്നെ ഏറ്റുപറയുന്നത് ഏതുകൊണ്ടാ? രക്ഷയ്ക്കായി ഏറ്റുപറയുന്നത് ഏതുകൊണ്ടാ? ഏത് ഭാഗം കൊണ്ടാ? ആ വാക്യം ഒന്ന് വായിച്ചു. റോമാലേഖനം 10 ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ മോളെ. 10:10. റോമർ 10:10. For with the heart man believeth unto righteousness, and with the mouth confession is made unto God. ആ കൃതാർത്ഥം. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ഈ സമയമാണ് മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ വിശ്വാസം വെളിപ്പെടുത്തുന്ന ഘട്ടമാണ്. വിശ്വസിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്ന വിശ്വാസം വാക്കായി പുറത്തു വരുന്ന ഘട്ടമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയണം. യേശു എന്റെ കർത്താവ് എന്ന് ഏറ്റുപറയണം. എല്ലാവരും കേട്ടു. എല്ലാവരും കേൾക്കണം, കേട്ടേ പറ്റൂ. എന്നാൽ അവിടെ സംഭവിച്ചത് എന്താ? പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല താനും. കിട്ടിയില്ലേ? അപ്പൊ ഇത് 12:42 യോഹന്നാൻ. എന്നിട്ടും പ്രമാണികൾ തന്നെ അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളിഭ്രഷ്ടരാകാതിരിക്കാൻ അവരുടെ പേടി എന്താ? പള്ളിയിൽ നിന്ന് തള്ളിക്കളി വന്നു. പള്ളിയിൽ കയറാൻ പറ്റില്ല. അവന് വായ കൊണ്ട് ഏറ്റു പറഞ്ഞില്ലതാണ്. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരുടെ മാനത്തെ അധികം കാണിച്ചു. പള്ളിയിൽ നിന്ന് പുറത്താക്കുവോ എന്നുള്ളതല്ല വ്യക്തി. ഞാൻ വിശ്വസിച്ചത് രക്ഷയ്ക്കായിട്ട് ഏറ്റുപറയേണ്ടത് എന്റെ പ്രാണന്റെ ഉത്തരവാദിത്തം. അതിന് മറ്റുള്ള ആരല്ല എന്തെല്ലാം പറഞ്ഞാലും എനിക്ക് വിഷയമല്ല എന്ന് ധൈര്യമുള്ളവര് ഏറ്റുപറഞ്ഞു. അല്ലാത്തവരോ ഏറ്റുപറഞ്ഞില്ല. അവൻ വിശ്വസിക്കാൻ സമയത്തുള്ള അവരുടെ ഹൃദയാവസ്ഥ. രണ്ടാം ഘട്ടം ഏറ്റുപറയാൻ സമയത്ത്. മൂന്നാമത് ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം, 29-30. അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടു പോകുകയും 7:29 ലൂക്കോസ്. എന്നാൽ ജനമൊക്കെയും ചുങ്കക്കാരും കേട്ട് എന്നാലും സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന വൃഥാവാക്കി കളഞ്ഞു. അപ്പോ വിശ്വസിച്ചിട്ടും രക്ഷ ഏറ്റുപറഞ്ഞിട്ടും മൂന്നാമത്തെ ഘട്ടം വന്നപ്പോൾ തോറ്റുപോയി. എന്താ കാരണം? എന്താ? ദൈവത്തിന്റെ ആലോചനയായിരുന്നത് സ്നാനം എന്ന് പറയുന്നത്. എന്നാൽ അവർ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന വൃഥാവാക്കുക. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് മുന്നേറുകയാണ്. അടുത്ത വിഷയം, അടുത്ത കാര്യം നമ്മൾ പഠിക്കുന്നത് 119-ാം സങ്കീർത്തനം 115-ാം വാക്യത്തിൽ. 119-ാം സങ്കീർത്തനം 115-ാം വാക്യത്തിൽ എന്റെ ദൈവത്തിന്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കേണ്ടതിന് ദുഷ്കർമ്മികളെ തന്നെ വിട്ടുപോകുകയും. അടുത്ത മനുഷ്യരാണ്. ഏത് ആരാണ്? ദുഷ്കർമ്മികളെ എന്നെ വിട്ട് പോകും. ശൗലിനോട് കർത്താവ് പറഞ്ഞു, നീ പോയി യുദ്ധം ചെയ്ത് അമാലേക്കരെ സംഹരിക്കാൻ പറഞ്ഞു. അമാലേക്കരെ സംഹരിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ പോയപ്പോ യുദ്ധം മുറുകി വന്നപ്പോ
ഒരു കൂട്ടരും മനുഷ്യരും കൂടിയിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഈ ജനത്തെ ഈ മനുഷ്യരെ മുഴുവനും നശിപ്പിക്കണ്ട. അവരുടെ കൊഴുത്തതായിട്ടുള്ള കാളകളും, ആടുകളും അങ്ങനെയുള്ള മൃഗങ്ങളെ നമുക്ക് സൂക്ഷിക്കാം. ദൈവത്തിന് യാഗം കഴിക്കാം. ഹൃദയത്തിന് കളയണേ. ദൈവം പറഞ്ഞു വിട്ടത് എന്താ? അമാലേക്കിനെ നിർമൂലനം ചെയ്യാനാ. ഒരു അമാലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. പക്ഷെ അപ്പൊ അവിടെ ഒരു കൂട്ടര് മനുഷ്യർ കൂടി വന്നു. അങ്ങനെയല്ല ചെയ്യണം. ശരിക്കും യഥാർത്ഥത്തിൽ സ്നേഹത്തോടെയാ പറയുന്നത്. പക്ഷെ ഇവരാരാ? യഥാർത്ഥത്തിൽ ഇവരാരാ? ദുഷ്കർമ്മികളാണ്. ദുഷ്കർമ്മികളാണ്. നമ്മൾ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാനായിട്ട് വരുമ്പോ നിങ്ങൾ എവിടെ ഒരു സാക്ഷ്യം കേട്ടത്? ഈ വട്ടപ്പാറ ഒരു വീട്ടില് അവര് വിശ്വാസത്തിൽ വന്ന് രക്ഷയൊക്കെ ഏറ്റുപറഞ്ഞ് സ്നാനപ്പെടാനിരിക്കുക. അവരുടെ ഒരമ്മാവൻ, മൂത്ത അമ്മാവൻ അന്ത്യാലിലെ വീട്. ആ രാത്രി അവിടെ വന്നു. അന്നുവരെയും വന്നിട്ടില്ല. അതുമില്ലാതെ അവിടെ വന്നപ്പോ ഇവിടെ ഇവര് വിശ്വാസത്തിൽ വന്ന് സ്നേഹം കൊണ്ടാണ് വന്നതെന്നൊക്കെ വിചാരിച്ച ഇവര് സ്വീകരിച്ചിരുത്തി. എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സമ്മതിക്കില്ല. സ്നാനപ്പെടാൻ സമ്മതിക്കില്ല. അത് പറയാനാ വന്നത്. ഇവരുടെ വീട്ടിൽ എന്തെല്ലാം വിശേഷം ഉണ്ടായിട്ടുണ്ട്. എന്തെല്ലാം വിശേഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലൊന്നിലും അമ്മാവൻ വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ അമ്മാവന് പ്രത്യേക താല്പര്യം വരാനായിട്ട്. വചനം പറയുന്നത് അമ്മാവനാണെങ്കിലും യഥാർത്ഥത്തിൽ ഇപ്പൊ ആരാ എന്ന് പറഞ്ഞേ. യഥാർത്ഥത്തിൽ ഒരു പൈതൽ, ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് കർത്താവിനോട് ചേരാൻ ആഗ്രഹിച്ച് വന്ന് അതിലേക്ക് ശുശ്രൂഷ ഏൽക്കാനായിട്ട് വരുമ്പോൾ എവിടെന്നെങ്കിലും വരും. ആര്? ഒരു ദുഷ്കർമ്മി എവിടെന്നെങ്കിലും വരും. അതിനെ തടുക്കാൻ. അതിനെ തടുത്ത് ആ ശുശ്രൂഷ നടക്കാതിരിക്കാൻ എന്തെങ്കിലും തരത്തിൽ പ്രവർത്തിക്കാനായിട്ട് ഒരു ദുഷ്കർമ്മി വരും. അതാണ് ദൈവത്തിന് അനുഭവം. അവനെ ജയിക്കണം. പക്ഷെ ശൗല് ജയിക്കാൻ പറ്റിയില്ല. ശൗല് ജനത്തിന്റെ വാക്ക് കേട്ട് കുറെ പേരെ ശേഷിപ്പിച്ച് അതിനുള്ള അവന്റെ രാജസ്ഥാനവും പോയി ആകെ പ്രശ്നമായിപ്പോയി. അവന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇതിലൊന്നിലും നമ്മൾ ഇളകിപ്പോകരുത്. ഇതിലൊന്നിലും ദൈവഭക്തന് ഇളകിപ്പോകരുത്. കാരണം ഇപ്പൊ എത്രാമത്തെ സ്റ്റെപ്പായി എന്ന് പറഞ്ഞു. വിശ്വാസത്തിൽ വിശ്വസിക്കാൻ സമയത്ത് ഏതെങ്കിലും മനുഷ്യന്റെ മാനം ഓർക്കും. 2, ഏറ്റുപറയാൻ സമയത്ത് മനുഷ്യൻ തടസ്സമായിട്ട് വരും. 3, ഇവിടെ കൽപ്പന അനുസരിക്കാൻ സമയത്ത് ആര് വരും? ഉറക്കെ പറയണം. ഒരു ദുഷ്കർമ്മി വരുവാണ്. എവിടെ ശത്രു ഈ ലോകം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും കഴിഞ്ഞു. ഇനി അടുത്തതാണ് അടുത്ത ഘട്ടം. ഈ ഘട്ടം എല്ലാം തരണം ചെയ്ത് കൽപ്പന അനുസരിച്ച് ഇനി അടുത്തത് 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിലെ 4-ാം വാക്യം. 1 തെസ്സലോനിക്ക 2:4. നിങ്ങൾ സുവിശേഷം പരസ്യപ്പെടുത്തുന്നതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തീർന്നത് പോലെ ആ. മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്ര പ്രസാദിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മനുഷ്യരെയല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കണം. അപ്പൊ ശുശ്രൂഷയിലേക്ക് വരുമ്പോഴാണ് ഒരു ശുശ്രൂഷകന്റെ ഏറ്റവും വലിയ പരിശോധനയാണ്. എന്താ പരിശോധന? ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോ ഘട്ടമുണ്ട്. ഇതെല്ലാം ഓർത്തോളണം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലും വരും. ഇതെല്ലാം നമ്മൾ വിശ്വസിക്കാൻ സമയത്ത് വരും, ഏറ്റുപറയാൻ സമയത്ത് വരും, അനുസരിക്കാൻ സമയത്ത് വരും. നമുക്ക് കർത്താവ് ശുശ്രൂഷ ഭാവിക്കുന്ന സമയത്ത് വരും. ആരെങ്കിലും ഒരുത്തം വരും നമ്മെ ഭയപ്പെടുത്താൻ, നമ്മെ വഴിതെറ്റിക്കാൻ. ഏതെങ്കിലും ഒരുത്തം വരും. അപ്പൊ കർത്താവിന്റെ വചനം പറയുന്നത് ഈ സമയത്ത് ആരെയാണ് പ്രസാദിപ്പിക്കുന്നത്? ദൈവം ബലയാമിന് ആത്മാവിനെ കൊടുത്തു. ഇപ്പൊ ബലയാം പ്രാർത്ഥിച്ച കാര്യം നടക്കും. ബലയാം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കും. അങ്ങനെയാ ബലയാമിന്റെ കാര്യം. ബലയാമിനെ കൊണ്ടുപോയിട്ട് ശപിക്കാനായിട്ട് കൊണ്ടുപോകണം. ബാലാക്കിന് വലിയ സമ്മാനമൊക്കെ ആയിട്ട് വന്ന് ബലയാം ശപിക്കാനായിട്ട് പോവാം.
ദൈവത്തിന്റെ വചനം പറയുന്നത് ആരെ പ്രസാദിപ്പിക്കുന്നത്? ഏഹ് ദൈവം തന്റെ ആത്മാവിനെ കൊടുത്തെന്ന് വെച്ചോ, തന്റെ ശക്തി കൊടുത്തെന്ന് വെച്ചോ, ശുശ്രൂഷ കൊടുത്തിട്ടില്ല. ശുശ്രൂഷ കൊടുക്കണമെങ്കിൽ അതിന് തെളിയണം. ഇവിടെ തെസ്സലോനിക്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, മനുഷ്യരെ അല്ല ഞാൻ ദൈവത്തെയാണ് പ്രസാദിപ്പിക്കുന്നതെന്ന് കണ്ടപ്പോൾ ദൈവം എന്നെ എന്ത് പരിപാലിപ്പിച്ചു? മറ്റൊരു സുവിശേഷം സംസാരിക്കാൻ, ശുശ്രൂഷിക്കാൻ, ദൈവത്തിന്റെ വചനം സുവിശേഷം ശുശ്രൂഷിക്കാനായിട്ട് എന്നെ ഫലമേൽപ്പിച്ച് എന്ത് തെളിഞ്ഞപ്പ ഞാൻ മനുഷ്യരല്ല പിന്നെയോ ദൈവത്തെയാണ് പ്രസാദിപ്പിക്കുന്നതെന്ന് തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ശുശ്രൂഷ എന്നെ ഫലമേൽപ്പിച്ചു. ഈ ശുശ്രൂഷയാണ് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ തികയ്ക്കേണ്ടത്. ഈ ശുശ്രൂഷ ഏറ്റെടുത്ത് തികയ്ക്കുമ്പോൾ നമുക്കറിയാം, ഇതിൽ കൂടി കടന്നു പോകുന്നവർക്കറിയാം ഏതെല്ലാം ഘട്ടങ്ങൾ നമ്മൾ കടന്നു പോകുന്നു. ഒന്ന് പറഞ്ഞ ഘട്ടങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞേ. മനുഷ്യനെ ഭയപ്പെടേണ്ട ഘട്ടങ്ങൾ ഒന്ന്, നമ്മൾ മനുഷ്യഭയത്തിന് അടിമയായി പോകുന്ന ഘട്ടങ്ങൾ ഒന്ന് വിശ്വസിക്കുമ്പോൾ, 2 ഏറ്റുപറയുമ്പോൾ, 3 അനുസരിക്കുമ്പോൾ, 4 ശുശ്രൂഷ പ്രാപിക്കുമ്പോൾ. അങ്ങനെയുള്ളവനാണ് യഥാർത്ഥത്തിൽ ഒരു കർത്താവിന്റെ ദാസൻ അല്ലെങ്കിൽ ഒരു കർത്താവിന്റെ ദാസി. ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ ശുശ്രൂഷ തികയ്ക്കുമ്പോഴാണ് ഇവൻ യഥാർത്ഥത്തിൽ ധൈര്യമുള്ളവൻ, ഇവൻ ഭീരുവല്ല. എത്രയോ പേര് നമ്മൾ കേട്ട അനേകർ വിശ്വാസത്തിലേക്ക് വരുമ്പോഴേ തന്നെ തിരിഞ്ഞു പോകും. കാരണം മറ്റുള്ളവരുടെ മുമ്പിലുള്ള സ്ഥാനം പോകും, ഏറ്റു പറയാതെ മാറിപ്പോകും, അനുസരിക്കാതെ മാറിപ്പോകും. കാരണം ലോകം മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ഇങ്ങനെയുള്ള ജനങ്ങൾ ഒന്നോ രണ്ടോ അല്ല, ഈ ലോകം മുഴുവനും നിറഞ്ഞു കിടക്കുക. ഇതിന്റെ ഇടയിലാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഇന്ന് പഠിപ്പിക്കുന്നത്. ആ പുതിയ യെരൂശലേമിലേക്ക് പ്രവേശിപ്പാൻ ഏറ്റവും യോഗ്യതയുള്ള ഒരാളാണ് ആര്? ധൈര്യമുള്ളവൻ. ധൈര്യത്തിനുള്ള പ്രതിഫലം മഹാപ്രതിഫലമാണ്. അവിടെ പ്രവേശിക്കില്ലാത്ത ഏറ്റവും ഒന്നാമത്തെ ആളാണ് ആര്? ഭീരുത്വമുള്ളവൻ. ദൈവസന്നിധിയിൽ ധൈര്യമായി മഹാപ്രതിഫലമുള്ള നമ്മുടെ ധൈര്യം തള്ളിക്കളയാതെ ധൈര്യമുള്ളവരായി, ആ ധൈര്യം കർത്താവിന് മുമ്പാകെ എവിടെയൊക്കെ എന്നൊക്കെ വിശ്വാസത്തിലും ഏറ്റുപറയുന്നതിലും അനുസരിക്കുന്നതിലും ശുശ്രൂഷിക്കുന്നതിലും ദൈവത്തെ മാനിക്കുന്നതിലും ആ ധൈര്യം നിലനിന്ന് കർത്താവിന്റെ സന്നിധിയിൽ ആ മഹാപ്രതിഫലത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുവാനാണ്. നമ്മൾ വചനങ്ങൾ കുറിച്ച് വെച്ചുകൊള്ളണം, പഠിക്കണം. മഹാപ്രതിഫലമുള്ള ധൈര്യം. മനുഷ്യർ നിസ്സാര കാര്യങ്ങൾക്കെല്ലാം ഭയപ്പെട്ട് ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞ് ഭീരുക്കളായി പോകുമ്പോൾ, ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെടുമ്പോൾ ദൈവം നമുക്കിന്ന് പറയുന്നത്, ബുദ്ധി പറയുന്നത്, ഭീരുക്കളായിരിക്കരുത്, ധൈര്യമുള്ളവരായിരിക്കും. മഹാപ്രതിഫലമാണ് ആ ധൈര്യത്തിനുള്ളത്. അത് കർത്താവിനോടുകൂടെ ആ പട്ടണത്തിൽ വസിക്കാനുള്ള അവകാശം. പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കും. ലിതിയെ പ്രാർത്ഥിച്ചു.